ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂ ബെൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളായി നമ്മൾ വലിയ വ്ളോഗ്സ് ചെയ്തിട്ട്. ഞാനിപ്പോൾ ഖത്തറിലാണുള്ളത്. 4 മാസമായി ഇവിടെ വന്നിട്ട്. എല്ലാവരെയും മെസ്സേജുകൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാത്തത്, അതേപോലെ തന്നെ വ്ളോഗ്സ് ഒന്നും ചെയ്യാതിരുന്നത്, ഞാനിവിടെ ജോലി അന്വേഷിക്കുന്ന തിരക്കിലും. അപ്പോൾ ജോലി റെഡിയാവാൻ കുറേ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ കറക്റ്റ് 1 മാസമായിട്ടുള്ളൂ ജോലിക്ക് കയറിയിട്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും മാത്രമേ നമുക്ക് വീഡിയോസ് ചെയ്യാനും അതേപോലെ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. എല്ലാവരെയും മെസ്സേജുകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ സന്തോഷം, കാരണം വീഡിയോസ് കണ്ടില്ലെങ്കിലും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു വ്ളോഗെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. റീൽസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് മുന്നോട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു മീൻകറി വെച്ചാലോ? അപ്പോൾ നമ്മൾ സാധാരണ ഞാനും ഒരു പ്രവാസിയായി. അപ്പോൾ പ്രവാസ ജീവിതമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്നത് കുക്കിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഫുഡിലായിരിക്കും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മൾ ഒരു കറി അല്ലെങ്കിൽ ഒരു തോരൻ അതിലൊക്കെ ഒതുക്കാൻ വേണ്ടി പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചോറ് വെക്കുന്നു, ഒരു കറി വെക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആകെ ഒരു ഫ്രൈഡേ ലീവ് കിട്ടുന്ന ദിവസം മാത്രമായിരിക്കും അത്യാവശ്യം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊന്നും ഉണ്ടാവില്ല, എന്നാലും 1-2 കറികളൊക്കെ വെക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്ന ദിവസം ഫ്രൈഡേ ആയിരിക്കും. അതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ജോബ് വേക്കൻസി വരുമ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല എല്ലാ നാഷണാലിറ്റിയും നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇംഗ്ലീഷിലൊക്കെ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല. കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ജോബ് വേക്കൻസി ആണെങ്കിൽ എല്ലാവരും ആ മെയിൽ ഐ ഡിയിലേക്ക്, എല്ലാവരും ഞാൻ പറയുന്ന ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വികൾ അയക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സി വികൾ വരുന്നുണ്ട്. അപ്പോൾ പറ്റിയതാണെങ്കിൽ ഒരു ജോബല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ FB പേജ് അശ്വതി വിഷ്ണു, അതേപോലെ ഇൻസ്റ്റ ബ്ലൂബെൽസ് ബൈ അശ്വതി വിഷ്ണു. അപ്പോൾ ഈ പേജുകൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മൾ മൺചട്ടി തന്നെയാണ് മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കടുക് ഉലുവയൊക്കെ പൊട്ടിച്ചു. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തു. സവാള നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ, ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത്. സവാള ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ സവാള ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി മധുരിക്കും. ഇതിലെ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കളറാവാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ഇനി നമുക്ക് നല്ല കളറിനും എരിവിനുമായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനും ടേസ്റ്റിനും ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ചേർത്തും മീൻകറി വെക്കാറുണ്ട്, പക്ഷേ ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർക്കാതെയും വെക്കാം, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. ഇനി നമുക്ക് ഒരു തക്കാളി മുഴുവനായിട്ട് അരച്ചെടുക്കാം. പൊടികളെല്ലാം ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മളിത് വഴറ്റി നമുക്ക് കുറച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി അതിൻ്റെ ടേസ്റ്റ് മാറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വാളംപുളി ഉപയോഗിച്ചാണ് ഞാനിന്ന് മീൻകറി വെക്കുന്നത്. കേരളത്തിൽ തന്നെ പല നാടുകളിലും പല രീതിയിലാണ് മീൻകറി വെക്കാറ്. ചില ആളുകൾ കുടംപുളി യൂസ് ചെയ്യും, ചില ആളുകൾ സാമ്പാർ പുളിയില്ലേ, വാളംപുളി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ വാളംപുളി ഇട്ടിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഈ മീൻ ഏതാണെന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല കേട്ടോ, എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുളി അങ്ങോട്ട് കാണുമ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല നാവിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. മീൻകറി ചില ആളുകൾ പറയാറുണ്ട് തുറന്നു വെച്ച് വേവിക്കണമെന്ന്. എനിക്ക് കറക്റ്റ് അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ മൂടി വെച്ച് തന്നെയാണ് വേവിക്കാറ്. അപ്പോൾ നമ്മുടെ മീൻകറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ മീൻകറി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ മത്തിയെല്ലാം മസാല തേച്ച് നല്ല കുട്ടപ്പനായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സെറ്റാവാൻ മസാല പിടിക്കാൻ വേണ്ടി. അത് മീൻകറി വെച്ചതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത്, നാരങ്ങ പിഴിയാത്ത ഫിഷ് ഫ്രൈ നമുക്ക് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം പോലെയാണ് തോന്നാറ്. അതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നന്നായിട്ട് നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി, ഫിഷ് ഫ്രൈ റെഡിയായി. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ഏറ്റവും കൊതിക്കുന്നത് ഈ മത്തി കഴിക്കാനായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വികാരമായ മത്തി പൊരിച്ചത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പാറുവിൻ്റെ എൻ്റെ ഒരു വീഡിയോ ചേർക്കുന്നുണ്ട്. കാര്യം ഇത് ഞാൻ ഖത്തറിലേക്ക് വരുന്നതിൻ്റെ തലേദിവസം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, മോളെ കൂട്ടാതെ നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിക്കുകയാണല്ലേ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എന്നെ ശ്രദ്ധിച്ചാൽ എനിക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗും മീൻകറിയും അതേപോലെ നമ്മുടെ മത്തി പൊരിച്ചതും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെ, ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ കുക്കിംഗ് അറിയുന്ന ആളൊന്നുമല്ല. എന്നാലും ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ വ്ളോഗുകളിലൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഒരാളുടെ ഡെയിലി വ്ളോഗ് കാണുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കുക്കിംഗ് എങ്ങനെ, മേക്കപ്പിൻ്റെ വീഡിയോ ആണെങ്കിൽ അവരുടെ മേക്കപ്പ് എങ്ങനെ, ഇത് മാത്രമേ നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ജോബ് വേക്കൻസീൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പുറത്തേക്ക് വരാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ വരുന്ന ജോബ് വേക്കൻസീസ് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വ്ളോഗിൽ അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.